സോറി. അതാണ് നിങ്ങളുടെ അച്ഛനെന്ന് ഞാൻ അറിഞ്ഞില്ല. ഞാൻ കാരണം നിങ്ങൾക്ക് ബുദ്ധിമുട്ട് മാത്രമാണല്ലേ. മധുരയിൽ കബഡി കളിക്കാനോ പറ്റിയില്ല. ഇപ്പം നിങ്ങളുടെ അച്ഛനും നിങ്ങളും തമ്മിൽ പ്രശ്നമായി. ഇപ്പം അച്ഛനോട് പറഞ്ഞ് മനസ്സിലാക്കാൻ പറ്റില്ല. അതിനിതൊക്കെ സമയമല്ല. ഞാൻ ആലോചിക്കുന്നത് നിന്നെ സേഫായിട്ടൊരു സ്ഥലത്ത് എത്തിക്കുന്നതിനെ പറ്റിയാ. നാരായണ, ഞാനാടാ. നമ്മുടെ ആളാ? എന്താ ഈ നേരത്ത് എന്തോ കാര്യം? വേണ്ടപ്പെട്ടയാളാ. നാട്ടിൽ നിന്ന് വന്നിരിക്കുക. ലൈറ്റ് ഹൗസ് ഒക്കെ ഒന്ന് ചുറ്റിക്കാണെന്ന്. അതാ. അതിനാണോ വിഷമം? നീ മോളിൽ പോ, ചുറ്റിക്കാണ്. എന്നാ ഒരു കണ്ടീഷൻ, നാളെ നടക്കുന്ന ഫൈനൽ മാച്ചില് ആ പഞ്ചാബ് ടീം നിന്റെ അടിക്കൊണ്ട് പഞ്ചറാവണം. അത് കണ്ടിട്ട് വേണം നാളെ എനിക്ക് ഫിറ്റ് ആകാൻ. വിഷമിക്കണ്ട, പൂശിക്കളയാം. അതാണ് മാഡം. വേലുവിന്റെ കളി നിങ്ങൾ കണ്ടിട്ടുണ്ടോ? വേലു കളത്തി കാല് വെച്ച് തുടത്തട്ടി കളിക്കാൻ ഇറങ്ങിയ ഓപ്പോസിറ്റ് പാർട്ടി കിടന്ന് വിറയ്ക്കും. ഗില്ലി മേഡം, ഗില്ലി. പിന്നെ കഴിഞ്ഞ ആഴ്ച ശരി നാരായണ, അടങ്ങ്. അതെന്താ ഈ ഗില്ലി? ഈ ഏരിയയിൽ സാറിന് എല്ലാരും ഗില്ലി എന്നാ വിളിക്കുന്നത്. അതേ പേര് തന്നെ ടീമിന് വെക്കണമെന്ന് അവർക്ക് നിർബന്ധം. അത് ഞാനും അങ്ങ് സമ്മതിച്ചു. സൂക്ഷിച്ച്. കണ്ട, ഇതാ ഞങ്ങളുടെ നാട്ടിലെ ഈഫൽ ടവർ. ഇവിടെ നിന്ന് നോക്കിയാൽ സിറ്റി മുഴുവൻ കാണാം. പക്ഷെ നമ്മൾ ഇവിടെ നിൽക്കുന്നത് ആരും അറിയില്ല. പഠിക്കുന്ന കാലത്ത് ക്ലാസ് കെട്ടിയത് കറക്റ്റ് ഇവിടെ വന്ന് കയറും. എന്തിനാന്ന് ചോദിക്കുക. എന്തിന്? ആരും അറിയാതെ ഒളിച്ചിരുന്ന് പുകവലിക്കാൻ. പൗർണമി രാത്രിയിൽ ഇവിടെ നോക്കിയ കടലിന് എന്ത് ഭംഗിയാ. ഹലോ, കാണുന്നില്ലല്ലോ. എന്താ ചെയ്യുന്നത്? കല്ലെഴുത്ത് എവിടെയെന്ന് നോക്കുക. കല്ലെഴുത്തോ? ആ, ഇവിടെ പല അവതാര പുരുഷന്മാരുടെയും പേരെഴുതി വെച്ചിട്ടുണ്ട്. നോക്കിയേ, കോടാലി നരി. എന്റെ കൂടെ മുടി ഇങ്ങനെ പിന്നി കെട്ടി വെച്ച ഒരുത്തനെ കാണാറില്ലേ? ഇതെന്താ ആദിവാസി? അത് ആദിവാസി അല്ല, ആദിവാസി. ആ വിവരം കിട്ടവനെ എങ്ങനെയൊക്കെ എഴുതി വെച്ചേ. ഇത് കണ്ട, ശരവണ വേല് സാറിന്റെ പേരാ. ഇതിനെല്ലാം കാരണം ആരാന്നറിയോ? എന്റെ അച്ഛനാ. നിങ്ങളുടെ അച്ഛനോ? ആ, ഞാൻ 5ാം ക്ലാസ്സിൽ തോറ്റപ്പോ പൊതിരെ തല്ലിട്ട് എന്നോട് പറഞ്ഞു, എന്ത്? നമ്മുടെ ജീവിതകാലത്തിന് ശേഷം സ്വന്തം പേര് ഓർക്കത്തക്ക വിധം എന്തെങ്കിലും ചെയ്യണമെന്ന്. ഇത്ര നാളായിട്ടും അത് അതുപോലെ തന്നെയുണ്ട്. അതെല്ലാം ഒരു കാലം. എന്താ ചെയ്യുന്നത്? നിന്റെ പേര് എഴുതി വെക്കുവാണോ? എഴുതെഴുത്. നീ ഇവിടെ വന്നു പോയതിനെ ഒരു ഇതായിരിക്കട്ടെ. തണുക്കുന്നുണ്ടോ നിനക്ക്? ഇല്ല. ഇല്ലല്ലേ? നിന്റെ ദുപ്പട്ട ഇങ്ങതാ. എനിക്ക് തണുക്കുന്നു. എന്താ? ഉണ്മ ചൊല്ലിടേണം. സത്യമായിട്ടും അത് മാത്രം പറ്റത്തില്ല. ഏത് പാട്ടു വേണം? നിനക്ക് എന്ത് തോന്നുന്നോ പാട്. പാട്ടൊക്കെ പാടി കഴിഞ്ഞോ? ആ, പിന്നൊരു കാര്യം, നിന്റെ ടിക്കറ്റ് എല്ലാം റെഡിയായി. ഇന്ന് ഈവനിങ് 6 മണിക്ക് ഫ്ലൈറ്റ്. ഇതാ, താങ്ക്സ്. നോക്കടാ. എവിടെ നിങ്ങളുടെ മകൻ? അസിസ്റ്റന്റ് കമ്മീഷണറുടെ ഭാര്യയല്ലേ നീ? എവിടെ നിങ്ങളുടെ മകൻ? കൊന്നുകളയും ഞാൻ. പുറകെ പോയി നോക്കടാ. നീ അവിടെ പോയി നോക്ക്. പോ. എന്താടാ ഉള്ളിൽ ആരും കാണുന്നില്ല. സ്ഥലം വിട്ട് കാണുവാൻ. അവനിനി നിങ്ങളുടെ വീട്ടിൽ ജീവനോടെ വരില്ല.
ശോഭമായിട്ട് വരൂ. അസിസ്റ്റന്റ് കമ്മീഷണർ വന്നടാ. മരണം വജ്രവേൽ. നോക്ക്, എന്റെ പേരുണ്ടല്ലോ. നിന്റെ പേരെനിക്ക് പ്രശ്നമല്ല. നിന്റെ മകൻ എവിടെ? അത് പിന്നെ അതാ ചോദിച്ച. ഇത്രയും നാൾ ഇവിടെ ഉണ്ടായിരുന്നല്ലോ, ഇപ്പൊ എവിടെ? അന്ന് വലിയ വക്കീലിനെ കണക്ക് വീട്ടിലാണോ ഒളിപ്പിച്ചിരിക്കുന്നതെന്ന് ചോദിച്ചല്ലോ നീ എന്നോട്. എന്നിട്ട് ഇവിടെ തന്നെയല്ലേ ഒളിപ്പിച്ചത്? നാട്ടുകാർ അറിയുന്നുണ്ടോ ഇതൊക്കെ? ഞാൻ കെട്ടാൻ പോയ പെണ്ണിനെ ഇയാളുടെ മകൻ മോട്ടിച്ചോണ്ട് പോകുന്നു. എന്നിട്ട് അച്ഛൻ തന്നെ 2 കൊച്ചുങ്ങളെ അകത്ത് ഒളിപ്പിച്ചു വെച്ചിരിക്കുക. ചോദിച്ച അസിസ്റ്റന്റ് കമ്മീഷണറാ. അല്ല, അറിയാൻ പാടില്ലായിട്ട് ചോദിക്കുക. നിങ്ങൾ നിങ്ങളുടെ മകന്റെ അച്ഛനാ അതോ മാമയോ? മിസ്റ്റർ മുത്തുപ്പാണ്ടി, മൈൻഡ് യുവർ വേർഡ്സ്. നിങ്ങൾ അത് പറയരുത്. എന്തിനു പറയുന്നു? ഈ ഇംഗ്ലീഷൊക്കെ വട്ടമേശപ്പുറത്ത് കുപ്പി ഗ്ലാസ്സിൽ വെള്ളം ഒഴിച്ചുകൊണ്ടിരുന്ന സീനിയർ ഓഫീസർമാരോട് സംസാരിക്കേണ്ടതാ. എന്നോട് പറയേണ്ട ഭാഷയല്ലത്. സർ, അവൻ ഇവിടെ ഉണ്ടായിരുന്ന കാര്യം ഞാൻ അറിഞ്ഞു തന്നെ എന്നാണ്. ഞാനും അവനെ തേടുകയാണ്. നിങ്ങൾ കംപ്ലൈന്റ് കൊടുത്തിട്ടുണ്ട്. ഞാൻ FIR എഴുതി കഴിഞ്ഞു. ആ ക്രിമിനലിനെ 24 മണിക്കൂറിനകം അറസ്റ്റ് ചെയ്തിട്ട് ആ പെണ്ണിനെ ഞാൻ നിങ്ങളെ ഏൽപ്പിക്കും. ഏൽപ്പിക്കുമെന്നല്ല, ഏൽപ്പിക്കണം. ഇവനവനെ പിടിച്ച മകനെ രക്ഷപ്പെടുത്തും. അതുണ്ടാവരുത്. അതിനു മുമ്പ് അവനെ കൊല്ലണം. അവനെ കൊന്നിട്ട് ധനലക്ഷ്മി എന്റെ അടുത്തുണ്ട്. ശരിയാണോ? നിന്റെ അച്ഛൻ ഇവിടെ എല്ലാരും അന്വേഷിച്ചുകൊണ്ടിരിക്കുക. ഇന്നലെ രാത്രിയാണെങ്കിൽ ആരും വീട്ടിൽ പോയിട്ടില്ല. 4 മണിക്കുള്ളിൽ അവളെ എങ്ങനെയാണ് എയർപോർട്ടിൽ കൊണ്ടുപോവാ? സെൽഫോൺ റെഡിയാണോ? റെഡി. എന്നാ എല്ലാവർക്കും കൊടുക്കുക. മച്ചാ, സൂക്ഷിക്കണം. അപ്പം നടക്കുന്ന ഓരോ മൂവ്മെന്റും എന്നെ അറിയിക്കണം. പൊയ്ക്കോ. ഇതാ ഫോൺ. അളിയ, ആ പെണ്ണെ നമ്മൾ അയക്കാൻ തീരുമാനിച്ചു. ഇന്ന് 6 മണിക്കാ മാച്ച്. ഓർമ്മയുണ്ടല്ലോ? ഫൈനൽ മാച്ചാടാ. ഇത് ജയിച്ചാൽ മാത്രമേ നമുക്ക് ലൈഫ് ഉള്ളൂ. ഇതുവരെ പ്രാക്ടീസ് പോലും ഇല്ല. പിന്നെ എങ്ങനെയാടാ? ശരീരത്തിന്റെ ബലത്തേക്കാൾ മനസ്സിന്റെ ബലമാണ് ജയിക്കുന്നതിന് മുഖ്യം. അത് ധാരാളം ഉണ്ട്. ജയിച്ചിരിക്കും. ചേച്ചിക്ക് ഞങ്ങളുടെ കൂടെ തന്നെ താമസിക്കാൻ പാടില്ലേ? പോകുന്നത് അത്യാവശ്യമാണോ? പോയിട്ട് എപ്പോ വരും? അറിയില്ല. തീർച്ചയായിട്ടും വരില്ലേ? എന്തിനാടി ഇപ്പൊ കരയുന്നേ? എന്താ ചോക്ലേറ്റ് വേണോ? ഞാൻ മാത്രല്ല, ചേച്ചിയും. നിനക്കും ചോക്ലേറ്റ് വേണോ? ഈ പെണ്ണുങ്ങളുടെ സ്പെഷ്യാലിറ്റി ചെയ്താ എല്ലാവരെയും ഹാപ്പി ആയിട്ട് കരയിപ്പിക്കും. നിന്റെ സ്പെഷ്യാലിറ്റി എന്തെന്നാ? ആർക്കും നിന്നെ മനസ്സിലാവാത്ത രീതിയിൽ നടക്കുന്നത് അല്ലേ? അല്ല, ആരെയും മനസ്സിലാക്കാതിരിക്കുന്നത്. മനസ്സിലായില്ലല്ലോ. ഞാൻ പോകുന്ന ഓർത്ത് നിങ്ങൾക്ക് കുറച്ചെങ്കിലും വിഷമമില്ലേ? ഇതിൽ വിഷമിക്കാനെന്നിരിക്കുന്നു. സന്തോഷിക്കല്ലേ വേണ്ടത്? പക്ഷെ എനിക്കങ്ങനെയല്ല. നിങ്ങളെ, ഭവനെ, നിങ്ങളുടെ വീട്, ഇതൊക്കെ വിട്ടിട്ട് പോകാൻ എനിക്ക് വിഷമമുണ്ട്. എന്ത് ചെയ്യാനാ? എനിക്കും ഇതേ ഫീലിങ്സ് ഉണ്ട്. ഇനി എൻ്റെ വീട്ടിൽ ഒളിച്ചു വെക്കാൻ ആരുമില്ല. അല്ലെങ്കിൽ ഇതാ ഈ ഗുണ്ടുമണിയെ പിടിച്ച് ഒളിച്ചു വെക്കണം. എന്നെ ഓടിക്കാനും ഇനി ആളില്ല. ഈ ത്രില്ല്, ടെൻഷൻ ഒന്നും ഉണ്ടാവില്ല. ഇതെല്ലാം ആണോ ഇപ്പം മുഖ്യം? ഗുണ്ടുമണി, പോവാം. നീ ഡ്രസ്സുമായിട്ട് റെഡിയായിട്ട്